സമൂഹത്തിൽ സാത്താൻ സേവ ഇല്ലെങ്കിൽ എന്താണ് അന്ധവിശ്വാസങ്ങൾക്ക് അടിമകളായി സ്വന്തം മാതാപിതാക്കളെ കൊല്ലുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഡ്രഗ്സിൻ്റെ നല്ല ഇൻഫ്ലുവൻസ് ഇതിനകത്ത് വരുന്നുണ്ട്. ഡ്രഗ്സ് ഉപയോഗിക്കുന്നവർ മാത്രമാണ് ഈ പറഞ്ഞ അന്ധവിശ്വാസത്തിലേക്ക് പോകുന്നത്. ഓൾറെഡി മെൻ്റൽ ഇഷ്യൂസ് ഉള്ള ആൾക്കാർ ഈ ഡ്രഗ്സ് യൂസ് ചെയ്യുമ്പോൾ അതവരെ കൂടുതൽ പ്രകോപിതരാക്കുന്നു. അങ്ങനെയാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. പിന്നെ സമൂഹത്തിൽ നടക്കുന്ന അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും ഇതിനെ നന്നായി സ്വാധീനിക്കുന്നു. രണ്ട് പാട്ട് പാടിയതും ഒരു പാട്ട് ജയചന്ദ്രന് കൊടുത്തുകൂടെ? ഏത്യസ്റ്റ് എന്നുള്ള നിലയിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഈ പറഞ്ഞ സാത്താൻ സേവയും അങ്ങനെയുള്ളൊരു സംഭവം എങ്ങനെയുള്ള ആൾക്കാരാണ് പിന്നെ സാത്താൻ സേവ വരുന്നത് എങ്ങനെയാണ്? തീർച്ചയായിട്ടും അക്സെപ്റ്റ് ചെയ്യും. അപ്പം നിങ്ങളിത് സാത്താനിലും അക്സെപ്റ്റ് ചെയ്യണമെന്നാണ് നിങ്ങളത് അതിനൊരു നോർമൽ വ്യക്തിയാണ്. അത് വളരെ തെറ്റായ ചിന്താഗതിയാണ്. ആസ്ട്രോ പ്രൊജക്ഷൻ്റെ ഭാഗമായിട്ട് കേരള ജിൻസൺ രാജയോ ആരൊക്കെയോ കുറച്ച് നാളും ഒരു 4-5 കൊല്ലം മുമ്പ് അച്ഛനും അമ്മയും ആരൊക്കെ 6 പേരെ കൊന്നതാണ്. ഇതിപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നന്ദൻകൂട് അത് തന്നെ കഴിഞ്ഞ ദിവസം ഇതുപോലെ തന്നെ തിരുവനന്തപുരത്ത് ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട്. എന്താണ് തിരുവനന്തപുരത്തുള്ള ജനങ്ങളെ എങ്ങനെയാണ് ഇതിൽ നോക്കിക്കണം? ഇവിടെ കൊച്ചിയിൽ നിന്നാണ് നമ്മൾ സംസാരിക്കുന്നത്. തിരുവനന്തപുരത്തെ കുറിച്ച് നമ്മൾ വളരെ ഒരു പ്രതീക്ഷയുള്ള നമ്മുടെ ഒരു സംസ്ഥാന തലസ്ഥാനമാണ്. അപ്പോൾ എന്താണ് അങ്ങനെ ആ ഒരു സ്ഥലത്ത് ഇത്രയും എഡ്യൂക്കേഷനുള്ള ആൾക്കാർ അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? നമ്മൾ ഇതൊരു വാഗ്വാദം അല്ലെങ്കിൽ ചർച്ചയിലേക്ക് പോകാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള സമൂഹത്തിൽ സ്വന്തം മാതാപിതാക്കളെ തല്ലിക്കൊല്ലുന്ന ഇല്ലെങ്കിൽ ഒരു 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 അനാചാരങ്ങളിൽ ഇവർ കൊല്ലുന്നതിനുള്ള ആ ഒരു റീസൺ എന്താണ്? ഏതിന്റെ പേരിലായാലും കൊല്ലുന്നത് തെറ്റാണ്. അനാചാരത്തിന്റെ പേരിലായാലും തീർച്ചയായിട്ടും ഓക്കെ, അത് ഒരു വാലിഡ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് പറഞ്ഞത്. പക്ഷെ എന്തുകൊണ്ടാണ് സമൂഹത്തിൽ ഇതിപ്പോൾ അധികരിക്കുന്നത്? അധികരിക്കുന്നുണ്ടോന്ന് എനിക്കറിയില്ല. പണ്ട് ഒരു ദൈനംദിന കാഴ്ചയാണ് മാതാപിതാക്കളെ സ്വന്തം മാതാപിതാക്കൾ എന്നുള്ള അത്രയും പവിത്രമായ ഒരു ബന്ധത്തിൽ പെടുന്ന അവരെ വരെയും തല്ലിക്കൊല്ലുന്നുണ്ടെങ്കിൽ അത് ഇപ്പോൾ അധികാരമാണ് അല്ലെങ്കിൽ അധികരിക്കണം. ഡ്രഗ്സ് ഇല്ലാത്തവരും ഉണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് അതിലേക്ക് വരുന്നതിൻ്റെ ഒരു കാതലായ ഒരു കാര്യം എന്താണെന്നുള്ളത് നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ ഐഡിയ? സയൻസിൽ ഇല്ലെങ്കിൽ സയൻസിൽ ബിരുദാനന്തര ബിരുദം എടുത്ത ആൾക്കാർ വരെയാണ് ഇപ്പോൾ ഇതിങ്ങനെ ചെയ്യുന്നത്. തീർച്ചയായിട്ടും എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ അല്ലെങ്കിൽ വളർന്നു വരുന്ന തലമുറ ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്ന ഒരു കാഴ്ചപ്പാട്. പണ്ട് ഒരു നമുക്ക് അങ്ങനെ ഒരു രീതിയിൽ വ്യാഖ്യാനിക്കാം. ദൈവവിശ്വാസത്തിൽ നിന്ന് അകന്ന് നമ്മുടെ മോറലും ഇമ്മോറലും തിരിച്ചറിയാൻ പറ്റാത്ത ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ സ്വന്തം മാതാപിതാക്കളെ വരെ തല്ലിക്കൊന്നു കഴിഞ്ഞാലും ഒരു ആഫ്റ്റർ ലൈഫ് എന്നുള്ള സംഭവത്തിൽ വിശ്വസിക്കുന്നില്ല എന്നുള്ളതൊരു സംഭവമാണ്. ദൈവത്തിൽ നിന്ന് അകലുന്നുണ്ടെങ്കിൽ ഉണ്ടെന്ന് വിചാരിക്കുമ്പോൾ എന്തുകൊണ്ടാണ് സാത്താന് മാത്രം ആദരിക്കുന്നത് അല്ലെങ്കിൽ സമൂഹത്തിന് വെറുക്കപ്പെട്ട രീതിയിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്? അതാണ് എന്റെ ക്വസ്റ്റ്യൻ. അതാണ് എന്തുകൊണ്ടാണ് അവർക്ക് കിട്ടുന്നത്? ചില പോപ്പ് കൾച്ചർ ഇല്ലെങ്കിൽ നമ്മുടെ ഹോളിവുഡിലേക്കൊക്കെ പോകുമ്പോൾ പല രീതിയിലുള്ള കഥകൾ നമ്മൾ കോൺസ്പിറസി തിയറീസ് കേട്ടിട്ടുണ്ട്. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഉയർച്ചയുണ്ടാവും ഇല്ലെങ്കിൽ നമുക്ക് വളരെ വളരെ എന്താണ് ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവും. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മൾ പ്രതീക്ഷിച്ചാണോ ഇങ്ങനെയുള്ള തലമുറ ഇങ്ങനെ ചെയ്യുന്നത്? ദൈവവിശ്വാസികൾ ചെയ്യുന്നുണ്ട്. പക്ഷെ അവിടെ ഇതിന്റെ രണ്ടും വ്യത്യാസം എന്ന് വെച്ചാൽ ഇതൊരു പോസിറ്റീവ് നെഗറ്റീവ് എന്നുള്ള രീതിയിലാണ് ചെയ്യുന്നത്. ഒരെണ്ണം ഞാൻ പറഞ്ഞു മോറലും ഇമ്മോറലും നമുക്ക് ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റില്ല. തീർച്ചയായിട്ടും അങ്ങനെയുള്ള അന്ധവിശ്വാസങ്ങൾ അനാചാരങ്ങളെ കുറിച്ച് തന്നെ നമ്മൾ സംസാരിക്കും. അത് ഇന്നില്ല. ദൈവവിശ്വാസത്തിന്റെ പേരിൽ ഇന്ന് അനാചാരങ്ങളില്ല അല്ലെങ്കിൽ ഈ പറഞ്ഞ മനുഷ്യക്കുരുതികളില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് കാലം ഇത്രയും പുരോഗമിച്ച് എയും ChatGPTയും DeepSeek വരെ എത്തി നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള കൊലപാതകങ്ങൾ കൂടുന്നത്? എന്ത് ഇൻഫ്ലുവൻസ് ആണ് ഇതിന് ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാകുന്നത്? ഇതൊരു ദൈവവിശ്വാസത്തിൻ്റെയും മറ്റേ എന്താ പറയുക നിരീശ്വരവാദത്തിൻ്റെയും കൺസെപ്റ്റ് അല്ല. അച്ഛനമ്മമാരോടുള്ള കാഴ്ചപ്പാടിൻ്റെ പ്രശ്നം.
പക്ഷെ അത് മാറാൻ ഇത്ര എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ അതിൽ നിന്ന് വ്യതിചലിക്കണമെങ്കിൽ അതിൽ നിന്ന് മാറണമെന്നുണ്ടെങ്കിൽ അത് സമൂഹത്തിനൊരു സന്ദേശം എന്താണ്? ഡ്രഗ്സ് ഒരു ഫാക്ടർ. സമൂഹത്തിൽ ഡ്രഗ്സിന്റെ ഇൻഫ്ലുവൻസ് വളരെയേറെ കൂടുന്നുണ്ട്. പിന്നെ റിലേഷൻഷിപ്പിലുണ്ടായ വ്യത്യാസം, കാലാനുസൃതമായ മാറ്റങ്ങൾ നമ്മുടെ വീടുകളിൽ നിന്ന് തുടങ്ങി എല്ലാ റിലേഷൻഷിപ്പിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. തീർച്ചയായും അച്ഛനമ്മ എന്ന് പറയുന്ന അവരോടുള്ള ബന്ധത്തിൻ്റെ ആഴം മാറിയിട്ടുണ്ട്. ഓരോ ജനറേഷൻ മാറും തോറും ആ മാറ്റം നമ്മുടെ അടുത്ത ജനറേഷൻ വരും. നമ്മളെങ്ങനെയാണ് നമ്മുടെ അച്ഛനോട് അമ്മയോടും പെരുമാറും, ശരിയാണ്. അതുകൊണ്ടായിരിക്കും മക്കളും പഠിക്കുന്നത്. മക്കൾ പഠിക്കുന്നതല്ല, മക്കള് കഴിഞ്ഞൊരു 10-30 അല്ലെങ്കിൽ കഴിഞ്ഞൊരു 100-300 വർഷത്തിൽ സംഭവം കഴിഞ്ഞൊരു 20 വർഷത്തിൽ വളരെ പെട്ടെന്ന് ഉണ്ടായ കുറേ സംഭവങ്ങളുണ്ട്. ഇപ്പോൾ നമ്മുടെ ഒരു മൊബൈലിലെ ടെക്നോളജി അതിലേക്കാണ് വരുന്നത്. മൊബൈലിലെ ടെക്നോളജി വന്നപ്പോൾ എന്താണ് ഒറ്റയടിക്കാണ് അതിൻ്റെ വിപ്ലവം ഇതാക്കി. 10 വർഷം കൊണ്ട് നമ്മൾ കാണാത്ത ഇന്റർനെറ്റ് വിപ്ലവം ഇവിടെ നമുക്ക് മൊബൈലിൻ്റെ ഒരു ഉപയോഗം ഇതിനെ സ്വാധീനിക്കുന്നു. അത് എന്താണ് അതിനെക്കുറിച്ച് നിങ്ങളുടെ ഒരു കാഴ്ചപ്പാട്? മൊബൈൽ അത് നമുക്ക് ഒരു നെഗറ്റീവായിട്ടാണോ പോസിറ്റീവായിട്ടാണോ ഏറ്റവും കൂടുതൽ നമുക്ക് ഔട്ട്കം തരുന്നത്, ഇത് തരുന്നത് നമ്മുടെ ഒരു വേറെ ടോപ്പിക്കല്ലേ? അതെ. ഈ പോയിന്റിൽ വരുന്നതിൻ്റെ കാരണം ഈ കൊടൂര കൊലപാതകം ചെയ്ത് ഇവരെല്ലാം ചാറ്റ് ഹിസ്റ്ററിയിൽ ഇവർ യൂട്യൂബിലും ഇല്ലെങ്കിൽ എന്താണ് ഗൂഗിൾ ക്രോമിനെല്ലാം ഈ സാത്താൻ സേനയെ കുറിച്ച് ചർച്ച ചെയ്യുന്ന അല്ലെങ്കിൽ എങ്ങനെ അതിനെ ആ ഒരു ആചാരം ഇവർ അറിഞ്ഞിരിക്കാൻ വേറെ കുറെ മാർഗങ്ങളില്ലേ? എവിടെ നിന്നാണ് ഉണ്ടാവുന്നത്? ബുക്കാണ്. ടെക്നോളജി എല്ലാവരും ആവുന്ന ഒരു ബുക്കാണ്. ബുക്സ് അല്ലേ? നമ്മുടെ വിരലിൽ നമ്മൾ ചിന്തിക്കുന്നിടത്ത് നമുക്കത് കിട്ടുന്നില്ല. ടെക്നോളജി മാത്രം അത് ടെക്നോളജി ഏത് രീതിയിലാണ് ഇത് ഇമ്പാക്ട് ചെയ്യുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതില്ലേ? അല്ലെങ്കിൽ നമ്മുടെ മക്കളെ വരുന്ന മക്കളെ പഠിപ്പിച്ചുകൊണ്ടേയില്ലേ? എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ബോളിവുഡ് മൂവി ഇതിനെ നന്നായി ഒരു വൈവിധ്യ സ്വാധീനം. പടങ്ങളിൽ കാണുന്നത് ഇതുമായി ബന്ധപ്പെട്ട മനുഷ്യനിക്ക് ഇംപ്ലാന്റ് ചെയ്യാൻ ഒരു പരിവരെ കാരണമാകുന്നതാണ് എൻ്റെ ഒരു ഇപ്പോൾ നമ്മൾ മൂവീസിൽ ഇത് കണ്ടു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ശേഖരിക്കാൻ നമ്മുടെ മുന്നിൽ യൂട്യൂബ് ഉണ്ട്. സംസാരിക്കാൻ പറ്റുമോ?